ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറമ്പിലെ കൃഷിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ, കുറേ ദിവസമുള്ള അടുപ്പിച്ചുള്ള മഴയും കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാൻ പോവാം. നമ്മുടെ ഈ റോസയൊക്കെ അതേ പൂത്തു നിൽക്കുന്നുണ്ടോ, ഇതേപോലെ നിറയെ പൂക്കൾ വരാൻ ഞാനൊരു സീക്രട്ട് ടിപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എന്നാണെന്ന് പറയാം. അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്ന പൂക്കൾ കണ്ടോ, എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള റോസകളാണേ. ഇത് നിറച്ച് പൂക്കളുണ്ടായിരുന്നത് പോയതാണ്. അപ്പം നമ്മളിങ്ങനെ പൂക്കൾ വാടിക്കഴിയുമ്പം അതിനെ മുറിച്ച് കളയണം. അപ്പം കുറച്ചുകൂടെ താത്തിട്ടാണ് മുറിക്കേണ്ടത്. പക്ഷേ ഇതേപോലെയുള്ള നാമ്പുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇതിലാണ് പൂക്കളുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള കമ്പുകൾ താഴെയോട്ട് മാറ്റി മുറിച്ച് കളയാത്ത കേട്ടോ. അപ്പോൾ പൂ വന്ന് പോകുമ്പോഴേ ഇതിനാണെങ്കിൽ നമുക്ക് അങ്ങനെ താത്ത് മുറിച്ച് കളയാം, കാരണം അവിടെ പൂക്കൾ വേറെ ഇല്ല. നമുക്കിത് ഇതൊക്കെ ഒന്ന് വെട്ടിയിട്ടങ്ങ് പോകാം കേട്ടോ. ഇത് ബട്ടൺ റോസ് ആണേ. ഇതൊരു ടൈപ്പ് ഓർക്കിഡ് റോസ് ആണെന്ന് തോന്നുന്നു. ഇനി അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തു തരേ. ഇതെല്ലാം ബട്ടൺ റോസിൻ്റെ തന്നെ പല വെറൈറ്റികളാണ്. ഇതുണ്ടോ വെള്ള, ഇതിൻ്റെ ഞാൻ കമ്പൊക്കെ മുറിച്ചിരിക്കുവാണേ. ഇതേപോലെയുള്ള തളിരുകൾ, ഈ ചുവന്ന നിറത്തിലുള്ള നാമ്പുകൾ വരുന്നത് ഇതിനകത്ത് മൊട്ടിപ്പോൾ കാണാനുണ്ട് കണ്ടോ. ഇങ്ങനെയുള്ള നാമ്പുകളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഇതുപോലൊക്കെയുള്ളതാണെങ്കിൽ ഇങ്ങനെ കുറച്ച് താഴ്ത്തിയിട്ട് തന്നെ ഒരു 2-3 ഇല താഴ്ത്തി മുറിക്കണം. ഇപ്പോൾ ഇത് നമ്മളങ്ങോട്ട് നട്ടുപിടിപ്പിച്ച് ആദ്യമായിട്ട് വന്നിരിക്കുന്ന 2 പൂക്കളാണേ. അപ്പോൾ ഇവിടുന്ന് കണ്ടോ നാമ്പ് വരുന്നുണ്ട്, ആ നാമ്പേൽ പൂക്കളുണ്ടായിക്കോളും. അതുപോലെ ഇവിടെ കണ്ടോ ഇങ്ങനെ ശിഖരങ്ങൾ വരുമ്പം നമ്മൾ അവിടെ വെച്ച് അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി, പെട്ടെന്ന് നിറയെ പൂക്കൾ വരും. അപ്പോൾ ഇതിലേത് റോസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കൊന്ന് കമൻ്റ് ഇടണേ. കണ്ടോ ഇതേപോലെ ഉണ്ട്. ഇത് നമ്മുടെ ചട്ടിക്കകത്ത് വളരുന്ന ഒരു പേരയാണേ. അപ്പം അതിലൊരു പേരയ്ക്ക ഉണ്ടായിട്ടുണ്ടേ കണ്ടോ, ഒരെണ്ണം പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടേ. 2 പേരയ്ക്ക നമുക്ക് കിട്ടി. നമുക്ക് പറമ്പിലോട്ട് കയറി പോകുന്നതിന് മുന്നേ ഞാൻ ഈ ചീര കൂടെ ഒന്ന് കാണിച്ചു തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ മണ്ണിൽ നിന്ന് ഉയർത്തിയാണ് വളർത്തുന്നതെങ്കിൽ മുറിച്ചെടുക്കുമ്പം ചീരയില തോരൻ വെക്കാൻ ബുദ്ധിമുട്ടില്ല, മണ്ണ് പറ്റി പിടിച്ചിരിക്കത്തില്ല. അതുപോലെ നമ്മൾ ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം. ഇവരുടെ പരിചരണവും ഇവരുടെ വളർത്തലും പുതിയ തൈകൾ ഉണ്ടാക്കുന്നതും ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു സൈഡിലാണേ. ഇതിൻ്റെ 2 സൈഡിൽ കൂടെയും, ഞാൻ നിൽക്കുന്നതിൻ്റെ 2 സൈഡിൽ കൂടെയും നമ്മൾ ഓർക്കിഡാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു വാൻഡ ടൈപ്പാണേ. ഇതിങ്ങനെ സ്ഥിരമായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വാൻഡയാണ്. അപ്പോൾ ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഓർക്കിഡിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പം നല്ലതുപോലെ വളം ചെയ്തു കൊടുത്താൽ ഈ സമയത്ത്, ഈ ഓണം ആകുന്ന സമയത്തിലേക്ക് ഓർക്കിഡിനകത്ത് നന്നായിട്ട് പൂക്കൾ വന്ന് നിറയും. അപ്പം ഇതിലേ കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി തുടങ്ങുന്നുള്ളൂ. ഇത് നമ്മളുടെ സാധാരണ പണ്ടത്തെ ഓർക്കിഡാണ്. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ഇത് പച്ച നിറത്തിലുള്ളതും ഇത് മഞ്ഞ നിറത്തിലുള്ളതുമായിട്ടുള്ള ഓർക്കിഡാണേ. പിന്നെ ഇവിടെ അതേപോലെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചിലതിലൊക്കെ മൊട്ടാണ്. ഇത് ഈ ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്, ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ പൂക്കളിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ മൊട്ടായി വരുവാണ്. പിന്നെ ഇവിടെ ഒരു ടൈപ്പ് പച്ചയാണ്. പിന്നെ ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് ഡൗ ഓർക്കിഡാണേ. നമ്മളിതിനകത്തോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ഡൗ ഇരിക്കുന്നത് പോലെ, ഒരു പ്രാവ് ഇരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിതിനെ ഡൗ ഓർക്കിഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മളുടെ സാധാരണ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചുവപ്പ്. ഇതൊരു വെള്ള മൊക്കാറയാണേ. ഇനി നമുക്ക് പറമ്പിലോട്ട് കയറിപ്പോകാം. എന്തെങ്കിലും വിളവെടുക്കാനുണ്ടോ എന്ന് നോക്കാം. കാടൊക്കെ പിടിച്ചിരിക്കുമായിരിക്കും, നമുക്ക് കണ്ടിട്ട് വരാം. ഇത് ഇങ്ങനെ ഏതെങ്കിലും ഒരു കളർ ചെടി കൊണ്ടുവന്ന് വെച്ചാൽ മതി, പല കളറിലുള്ള പൂക്കളുള്ള ചെടികളായി മാറും. ഇപ്പം ഇതെല്ലാം തന്നെ ഇത് കുറച്ച് ഡാർക്കാണ് വയലറ്റ്, ഇത് അതിനേക്കാൾ ലൈറ്റാണ്. ഇത് കണ്ടോ മജന്ത കൂടി വന്നു. അങ്ങനെ പല കോമ്പിനേഷനിലുണ്ടാകും. എനിക്ക് തോന്നുന്ന ടെറേനിയം എന്നാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ ഒരു പൂ. നമ്മളിതേ വെച്ച് പിടിപ്പിച്ച തക്കാളിയിൽ പറമ്പിൽ വെയിൽ കുറവാണ്, അതുകൊണ്ടാണ് കാപിടുത്തം കുറവ്. പക്ഷെ 1-2 കായ ഉണ്ടായിട്ടുണ്ട്. ഈ പച്ച തക്കാളി കൊണ്ട് നമുക്കിന്നൊരു തോരൻ വെക്കണം. അപ്പോൾ നമ്മുടെ ചേനയൊക്കെ ആ വളവിട്ട് മണ്ണിട്ട് കൂട്ടിയപ്പം കണ്ടോ കുറച്ചും കൂടെ നന്നായി വളർന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഓണത്തിന് നമുക്ക് ഒരെണ്ണം പറിച്ചെടുക്കണം. പക്ഷേ താമസിച്ച് നട്ട കാരണം കർക്കിടകത്തിൽ എനിക്ക് വിളവെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പം ചേനയുടെ ഇലയൊക്കെ കണ്ടോ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാകമാകാൻ തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ മുളക് ഇവിടെ നട്ട് പിടിപ്പിക്കുന്നതും ഇതിനൊരു 2 പ്രാവശ്യം നമ്മൾ വളവിടുന്നതും കാണിച്ചു തന്നിരുന്നതാണേ. അപ്പോൾ ഈ മുളകയിൽ കണ്ടോ നല്ലപോലെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കിതങ്ങ് വിളവെടുക്കാം.
വിളവെടുത്താലേ വീണ്ടും വീണ്ടും നമുക്ക് ആവശ്യത്തിന് ഉണ്ടായി കിട്ടത്തുള്ളൂ. അപ്പോൾ ദേ ഇതേൽ കണ്ടോ എത്ര മുളക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിളവെടുത്തതിന് ശേഷം കാണിക്കാവേ. ഇത് കണ്ടോ നല്ല സൂപ്പർ മുളകാണ്. അതുപോലെ ഈ കമ്പയിലോട്ടും നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ കുമ്മായ വിട്ട് മൂടുന്ന കണ്ടപ്പോൾ എന്നോട് എല്ലാവരും കമൻറ്റ് ചെയ്തതാണ് ഇതുപോലെ കുമ്മായ ഇട്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ കണ്ടോ കുമ്മായ ഇട്ട് കൊടുത്തത് കൊണ്ട് ചെടിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. എന്ന് മാത്രമല്ല ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചും തരാവേ. ഇത് ഈ മുളക് പറിച്ചെടുത്തു നമ്മൾ. ഇനി ഇത് കണ്ടോ ഇത് ബുള്ളറ്റ് മുളകാണേ. അതായത് ഇതായിരിക്കും ഷേപ്പ്, അത്രയുമേ വരത്തുള്ളൂ. ബുള്ളറ്റ് മുളകിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിളവെടുക്കാനും നല്ല എളുപ്പമാണ്. കണ്ടോ ഈ കൊച്ചു മുളകിൽ നിന്ന് നമുക്ക് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ടേ. പക്ഷേ നമുക്കൊരു കാര്യമാണേ, ഇത് കണ്ടോ ഈ ചെടിയിൽ കുരുടിപ്പ് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ടേ. അപ്പം ഞാൻ കുമ്മായം ഇട്ട് കൊടുക്കുന്ന കണ്ടതാണല്ലോ. അപ്പോൾ ചുവട്ടിൽ എത്ര കുമ്മായം ഇട്ട് കൊടുത്തിട്ടും ഇതേ കുരുടിപ്പ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേന്ന് ഞാൻ പാകമായിട്ടുള്ള മുളകെല്ലാം കൂടി ഇങ്ങോട്ട് പറിച്ചെടുക്കാം. അപ്പോൾ പറിച്ചെടുത്ത് തീർന്നിട്ട് കാണിക്കാം. ഈ മുളക് നിൽക്കുന്ന കണ്ടല്ലോ, ഇത്രയും മുളകാണ് ഞാൻ വിളവെടുക്കുന്നത്. അപ്പം വിളവെടുത്തതിന് ശേഷം കാണിക്കാം. മുഴുവൻ മുളകും ഇതേന്ന് ഉണ്ടായിരുന്നത് പാകമായിട്ടുള്ളതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയോ, ഈ കുരുടിപ്പ് ഇങ്ങനെ നിൽക്കുമല്ലേ, എൻ്റെ ഇതിൻ്റെ തലപ്പെല്ലാം അങ്ങ് കണ്ടമാനം കുരുടിപ്പുള്ള തലപ്പങ്ങ് വെട്ടി മാറ്റുവാണേ. എന്നിട്ട് അത് നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിൽ നിന്ന് മാറ്റിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി തീയിട്ട് കളയണം. അതാണ് അതിൻ്റെ സേഫായിട്ടുള്ള രീതി. അപ്പം ചിലപ്പം വെട്ടിയില്ലെങ്കിലും ശരിയാകുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഞാനിതങ്ങ് കുറച്ച് വെട്ടിക്കളയും. ഇങ്ങനെ നിൽക്കുന്ന കാണുന്നത് തന്നെ നമുക്ക് വലിയ ഒരു മടുപ്പാണ്. ഉണ്ട് അതിൻ്റെ എലിവാല് പോലെയൊക്കെ ആകാൻ തുടങ്ങി ആ ഇലകൾ. അപ്പം നമുക്കതിനൊരു സൂപ്പർ ടിപ്പും കൂടെ ചെയ്യാവേ. ഇനി ഇത് കാണാതെ പോകരുത്. നിങ്ങൾക്കും ഇതേപോലെ, ഇത് മുളകിന് എപ്പോഴും എല്ലാവരുടെ മുളക് ചെടികൾക്കും വരുന്ന ഒരു രോഗമാണ്. അപ്പം നമുക്കത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അന്ന് കാണാതെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഈ കുരുടിപ്പ് മാറാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഒരു 2 ടീസ്പൂൺ ഉണ്ടേ. 2 ടീസ്പൂൺ കുമ്മായം ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് കൊണ്ടുവരാം. ഇത് 1 ലിറ്ററിൻ്റെ പാത്രമാണേ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിക്കുക. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുമ്മായം അങ്ങോട്ട് കട്ട കിട്ടിയിരിക്കുന്നു. ഇനി ഇതിനകത്തോട്ട് ഞാൻ വെള്ളം നിറച്ചെടുക്കാൻ പോവുകയാണേ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ചെടിയെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഈ കലക്കിയ വെള്ളം, ഇത് 1 ലിറ്റർ നിറച്ചും ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഇത് പല ആളുകളും ചെയ്തു നോക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തു നോക്കിയതിന് ശേഷം എനിക്ക് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചെയ്തു നോക്കുക, എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടാനും മറന്നു പോകല്ലേ. കണ്ടോ ഇങ്ങനെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഏകദേശം എല്ലാ ഇലകളിലും തന്നെ പറ്റിയിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ഒന്ന് ഒഴിച്ചത് കൊണ്ടൊന്നും ഒരു കുഴപ്പവും വരികയില്ല. ബാക്കി ഞാനിതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. നമുക്കിതേ ഈ മുളകിൽ നിന്ന് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കിനുള്ള മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും പച്ചമുളക് നട്ടുപിടിപ്പിക്കണം. ഈ വിഷമടിച്ച മുളക് വാങ്ങിച്ച് കഴിക്കാൻ നിൽക്കേണ്ട. ഇതൊക്കെ ഈസി ആയിട്ടുണ്ടാക്കാം. ഈ മുളകിന് ഇങ്ങനെ ചില ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് നമുക്കത് പരിഹരിക്കുകയും ചെയ്യാം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു 5-6 പയർ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെവിടം വരെ ആയി എന്ന് നോക്കാം. 1-2 ഒക്കെ പയറൊക്കെ ഉണ്ടായിട്ടുണ്ടേ. അതങ്ങോട്ട് ഞാൻ പറിച്ചെടുക്കാൻ പോവാം. അപ്പോൾ ഇത് കണ്ടോ, ഇനി ഈ വിളഞ്ഞ പയർ അവിടെ നിന്നോട്ടെ, നമുക്കതിനെ വിത്തിനായിട്ട് എടുക്കാം. അവിടെ ഇവിടെയൊക്കെ കണ്ടോ നിറയെ പൂക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പയറിന് നമ്മൾ ഇതുപോലെ വന്നു കഴിയുമ്പം ഇവിടെ ചിലതൊക്കെ ഉണങ്ങിപ്പോകുന്നൊക്കെ ഉണ്ടേ. ഇതേ നൂല് പോലുള്ള പയറുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വിളവെടുക്കാറായിട്ടില്ല. കുറച്ച് അടുത്ത പ്രാവശ്യത്തെ വരവിന് നമുക്കത് വിളവെടുക്കാൻ കിട്ടുമായിരിക്കും. നന്നായിട്ട് നീറുണ്ട് കണ്ടോ. ആ നീറുള്ളത് കൊണ്ട് തന്നെ ഇതിൽ മുഞ്ഞയുടെ പ്രശ്നമേ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഈ പയറ് ചെടിയൊക്കെ വളർത്തുന്നവർ ഈ നീറിനെ എങ്ങനെയെങ്കിലും കയറ്റിവിടാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ മുഞ്ഞയ്ക്ക് വേണ്ടി നമുക്ക് വിഷമൊന്നും അടിക്കേണ്ടി വരികയില്ല. പിന്നെ ജൈവ കീടനാശിനികൾ തന്നെ ഏതൊക്കെ മാറി മാറി നമുക്ക് ഉപയോഗിക്കാം മുഞ്ഞയെ നിയന്ത്രിക്കാൻ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ പറമ്പിൽ എനിക്ക് മുഞ്ഞയുടെ ശല്യമില്ല, പക്ഷേ ടെറസ് കൃഷിയിൽ നന്നായിട്ട് മുഞ്ഞയുടെ ശല്യം വരാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാറുമുണ്ട്. ഇത് നമ്മുടെ സാലഡ് കുക്കുംബറിൻ്റെ ഒരെണ്ണം ഞാൻ ഈ മാവിൻ്റെ ചോട്ടിലിട്ടിരുന്നതാണേ. കണ്ടോ ഒരു കായ ഉണ്ടായിട്ടുണ്ട്.
ദേ സ്നോ വൈറ്റ് വെറൈറ്റിയാണ്, ചെറുതാണേ. പിന്നെ ദേ ഇവിടെയും ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതും കൂടെ നമുക്കങ്ങ് വിളവെടുക്കുക നല്ലത്. കാരണം ഈ കായീച്ചയുടെ ശല്യത്തിനുള്ള സാധനമൊന്നും ഞാനിവിടെ പറമ്പിൽ ചെയ്തിട്ടില്ല. നമ്മൾ ഈ പറമ്പിലെ കൃഷി എന്ന് പറയുന്നത് ഒരു പരീക്ഷണം പോലെ നടത്തി തുടങ്ങിയതാണേ. പക്ഷെ നന്നായിട്ട് ദേ വളരുന്നുണ്ട്, പടരുന്നുണ്ട്, പൂവിടുന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ റൊളീനിയയുടെ ചെടിയാണേ. ദേ കായ്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ? കുഞ്ഞായിട്ട് കായ്കൾ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഈ പാകത്തിന് വലിപ്പത്തിനെ. ഇതാണ് ഇവരുടെ പൂവ്, കണ്ടോ? ഈ പൂക്കളാണ് കായ്കളായി മാറുന്നത്. നിറയെ പൂവിട്ടിട്ടുണ്ട്. എല്ലാ പൂക്കളും കായ്കളൊന്നും ആയിട്ടില്ലെങ്കിലും ഒരു 5-6 കായെങ്കിലും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ പറമ്പിലെ കൃഷിയുടെ പ്രധാന വളം കേട്ടോ. നമ്മുടെ കിച്ചൺ വേസ്റ്റ് മുഴുവനും, അതായത് മുട്ടത്തോട്, ഉള്ളിത്തൊലി അങ്ങനെയുള്ളതെല്ലാം ഒഴികെ ബാക്കിയുള്ള എല്ലാ കിച്ചൺ വേസ്റ്റും, കഞ്ഞിവെള്ളവും മിച്ചം വരുന്ന ചോറും കറികളുടെ വേസ്റ്റും എല്ലാം ഞാൻ ഈ ബയോഗ്യാസ് പ്ലാന്റിലാണ് കൊടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം കത്തിക്കാനുള്ള ചൂടും കിട്ടും. അതുപോലെ തന്നെ ഈ സ്ലറി, ചൂടിനേക്കാളും എല്ലാം പ്രധാനം എന്ന് പറയുന്നത് ഈ സ്ലറിയാണ്. നമ്മുടെ ഒരു റെഡ് ലേഡി കപ്പളമാണിതേ. അപ്പോൾ ഈ കപ്പളത്തിൻ്റെ മണ്ടയിലെ ഇലകൾക്ക് കേട് വന്നിട്ടുണ്ടായിരുന്നേ. അന്നേരം ഞാൻ ഇതിൻ്റെ ചുവട്ടിലൊരു വളപ്രയോഗം നടത്തുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും കമൻറ്റ് ചെയ്തായിരുന്നു, ചേച്ചി ഇങ്ങനെയാണോ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇപ്പോൾ മണ്ടേ വരുന്ന ഇലകൾ കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള ഇലകളാണ് വരുന്നത്. അപ്പോൾ അതേ ഇതിൽ നല്ല പാകമായിരിക്കുന്ന കപ്പളങ്ങയുണ്ടേ. കുറച്ചും കൂടെ നല്ല ചുവന്ന കളറിലൊക്കെ ആക്കിയിട്ട് പറിക്കാം, നമുക്ക് കൈയെത്തുന്ന ദൂരത്തിലാണല്ലോ. പക്ഷെ നമ്മളിതിങ്ങനെ ഇട്ടിട്ട് പോയാലേ മരപ്പട്ടി ഭയങ്കര ശല്യമാണ്. കപ്പളങ്ങയോടെ നമ്മൾ കപ്പളങ്ങ ഒരു കവറിനകത്ത് കെട്ടിയിട്ടാൽ കവറോടെ അവന്മാർ പറിച്ചുകൊണ്ട് പോകും. അപ്പം ഞാൻ ഇതൊരെണ്ണം പറിച്ചെടുക്കുവാണേ. നല്ല പാകമായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടോ പഴമായിട്ട് കിട്ടും. ഇതൊരെണ്ണം കൂടെ പറിക്കാവേ. കണ്ടോ നല്ല സൂപ്പറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇത് മുറിക്കുമ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാവേ. പറമ്പിലെ കൃഷി നോക്കി വിളവെടുത്തപ്പം നമുക്ക് ഈ ഒരു ചെറിയ കൊട്ടയ്ക്ക് 1 കൊട്ട സാധനങ്ങളാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ടെറസിൽ കുറച്ച് സാധനം വിളവെടുക്കാൻ കിടപ്പുണ്ട്, അതും കൂടെ എടുത്തിട്ട് വരാം. ഇത് ഇവിടെ ഒരു 2-3 പയർ വിളവെടുക്കാനുണ്ടേ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് എടുത്തേക്കാം. അപ്പോൾ പറിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അടുത്ത ദിവസം വിളവെടുക്കാൻ വരുമ്പോഴും നമുക്കൊരു തോരനുള്ളത് കിട്ടുവേ. അപ്പോൾ ഇതിനിടയിൽ ചെറുതായിട്ടൊക്കെ ബീൻസൊക്കെ ഉണ്ടായി വരുന്നുണ്ടേ. അപ്പോൾ ഞാനിത് വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല നീളമുള്ള പയർ തന്നെയാണേ. ഒത്തിരി മൂക്കാൻ ഇട്ടേക്കാതെ പറിച്ചെടുത്തോണം. അപ്പോൾ കൂടുതൽ പറിച്ചെടുക്കാനില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചിട്ട് പറിച്ചെടുക്കാം. അതാണ് നമ്മുടെ ചെടിക്ക് ഏറ്റവും ആരോഗ്യം നൽകുന്ന പണി. അല്ലാതെ നമ്മൾ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അടുത്ത പൂ വരുന്ന ആ ഒരു ഭാഗം കൂടെ അങ്ങ് മുറിഞ്ഞു പോയേക്കാം. കണ്ടോ ഇതേപോലെ. ഇതിനൊക്കെ ഞാൻ നമ്മുടെ ആ സൂത്രപ്പണിയാണ് ചെയ്തിരിക്കുന്നത്, മുഞ്ഞ പിടിക്കാതിരിക്കാനേ. എന്നാൽ ചിലയിടത്തൊക്കെ മുഞ്ഞ വരുന്നുമുണ്ട്. അപ്പം മുഞ്ഞയെ കാണുമ്പോഴേ നമ്മൾ അതിനെ ഒഴിവാക്കാനുള്ള പരിപാടി ചെയ്തോണം. അപ്പോൾ ഇത്രയും പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തൈവെണ്ട കയറി വന്നിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇത് ആനക്കൊമ്പൻ വെണ്ട തന്നെയാണ്. അപ്പം ഞാനതിൻ്റെ കായ് ഇങ്ങോട്ട് പറിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതിപ്പം കുറവ് എന്നാണെന്നറിയോ, എല്ലാ ദിവസവും ഞാൻ ഇവിടെ കയറി വരുമ്പം പാകമായതുണ്ടെങ്കിൽ അതിനെ അങ്ങ് പറിച്ചുകൊണ്ട് പോവുകയാണ് പതിവ്. അതുകൊണ്ടാണ് ഇല്ലാതെ നിൽക്കുന്നത്. എന്താ പിരിച്ചിട്ടങ്ങോട്ട് പോരുന്നില്ലല്ലോ, ഭയങ്കര ചൂട് കട്ടിയാണ് ഇതിന്. ഇതൊരു ചുവപ്പ് കളറിലുള്ള ആനക്കൊമ്പനാണേ. ഈ ഒരു വെണ്ടയ്ക്ക വിളവെടുത്തേക്കാം. ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇതിലില്ല. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. അങ്ങനെ നമ്മൾ എത്ര എല്ലാ ദിവസവും പറിച്ചുകൊണ്ട് പോയാലും നമ്മൾ വിളവെടുക്കാൻ വരുമ്പോഴും ഒരു 4-5 എണ്ണം എന്തായാലും കിട്ടും. ഒരു 4-5 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്കൊരു വെണ്ടയ്ക്ക മപ്പാസോ അല്ലെങ്കിൽ അതുപോലൊരു വെണ്ടയ്ക്ക തോരനോ ഒക്കെ വെക്കാൻ ഇതൊക്കെ ധാരാളം മതി. ഈ തക്കാളിയുടെ ഈ വിളവെടുപ്പും അതിൻ്റെ ആരോഗ്യമൊക്കെ തീർന്നെന്ന് തോന്നുന്നു. ചെടിയൊക്കെ അങ്ങനെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്നേരം തന്നെ നമ്മൾ പുതിയ ചെടികൾ ആ കൂട്ടത്തിൽ തന്നെ വെച്ച് പിടിപ്പിച്ചോണം. എങ്കിലേ ഉള്ളൂ ഒന്ന് തീരുമ്പം നമുക്ക് ഒന്നിൽ നിന്ന് വിളവെടുക്കാൻ തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. കണ്ടോ അതുപോലെ ഇവിടെ 5-6 പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വലിപ്പം വെച്ചിട്ടില്ല. നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് വിളവെടുക്കാം. ഈ തക്കാളിയിൽ നിന്ന് നമുക്കൊരു 2-3 തക്കാളിയും കൂടെ വിളവെടുത്തിട്ട് പോവേ. ഇതുപോലെ കളർ വരുമ്പോൾ നമ്മൾ പറിച്ചെടുത്തോണം. ഇങ്ങനെ പറിച്ചെടുത്താലും നമുക്ക് വീട്ടിൽ വെച്ചിട്ട് പഴുപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങോട്ട് കിടക്കുന്ന ഈ കമ്പയിലും കുറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ടേ.
അപ്പോൾ 2 അങ്ങോട്ടൊരു കളറ് മാറിയത് മാത്രമേ ഞാൻ വിളവെടുക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വരുമ്പോഴും നമുക്ക് ഒരെണ്ണം കിട്ടും. ഇനി ഈ തക്കാളിയിൽ 1-2 എണ്ണം ഉണ്ട്. കളറ് മാറിയത് വിളഞ്ഞത് മാത്രം ഇതവിടെ നിന്നോട്ട് നമുക്ക് പഴുത്തിട്ട് പറിക്കാം. ഇവിടെ തന്നെ നിൽക്കുന്നതല്ലേ. ഇവിടെ എവിടെയോ ഒരെണ്ണം കൂടെ കളറ് മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ കോവലാണേ. കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കോവൽ കായുണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ വളവും വേണ്ടത്ര പരിചരണവും കൊടുത്താൽ നമ്മുടെ ആവശ്യത്തിനുള്ള കോവയ്ക്ക വിളവെടുക്കാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ വിളവെടുത്തത് ഇത്രയും സാധനങ്ങളാണേ. ഒരു കുറച്ച് പയറുണ്ട്, കുറച്ച് തക്കാളിക്ക കിട്ടിയിട്ടുണ്ട്, കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്, 2 റെഡ് ലേഡിയുടെ പപ്പായ കിട്ടിയിട്ടുണ്ട്, അതുപോലെ 2 സാലഡ് കുക്കുംബർ കിട്ടിയിട്ടുണ്ട്, 2 പേരയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 നല്ല പേരയ്ക്ക കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരാഴ്ചത്തേക്കിനുള്ള മുളകും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എല്ലാ മാസവും കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ആവശ്യത്തിനുള്ള, അല്ലെങ്കിൽ ആവശ്യം എന്ന് വേണ്ട പോട്ടെ, അത്യാവശ്യത്തിനുള്ള പച്ചക്കറികളെങ്കിലും വിഷമില്ലാതെ കഴുകാതെ പോലും തിന്നാൻ പറ്റുന്നവ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും എന്ന് ഞാൻ ഈ വിളവെടുത്ത് കാണിക്കുന്നതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ എല്ലാ മാസവും നട്ടുപിടിപ്പിക്കണം. എന്നിട്ട് ഇതേപോലെ സന്തോഷമായിട്ട് വിളവെടുക്കുകയും ചെയ്യണം. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.